ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ലിവർപൂള് റിവർ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും എടുത്തില്ല. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായി, ഒരു സിഗ്നൽ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ ഒക്ടോബർ തൊട്ട് നവംബർ 2 വരെ, ഇന്നാണ് ലാസ്റ്റ് ഡേ. ഇന്നാണ് നമുക്ക് പോകാൻ പറ്റിയത്. കാരണം ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് പോകാമെന്ന് കരുതി. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേയും കൂടിയാണ്. പ്രീവിയസ് ഇയർ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഇയർ എന്തായാലും ബേബീസിനെയും കൊണ്ട് പോകാം. അവർക്കൊക്കെ ഇപ്പം എന്താ പറയുക, ലൈറ്റ്സും അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് പോകാമെന്ന് കരുതി. ഇതിപ്പോൾ ഏകദേശം ടൈം ഒരു 5 മണിയാണ്. 5 to 9 വരെയാണ് അവിടെ ലൈറ്റ് ഷോ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ബർക്കിംഗ്ഹെഡ് ഏരിയയാണ്. ഞങ്ങൾ നേരത്തെ ലിവർപൂളായിരുന്നു. ഇത് ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ടേക്ക് മാറി. ഇത് ലൈറ്റ് ഷോ നടക്കുന്നത് ലിവർപൂള് ആൽബർട്ട് ഡോക്ക് ഏരിയയിലാണ്. അവിടെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയം, അങ്ങനത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ആൽബർട്ട് ഡോക്കിലാണ് ഈ ലൈറ്റ് ഷോ നടക്കുന്നത്. കുറച്ച് നടന്ന് കാണാവുന്ന ഇത്രയൊക്കെയുണ്ട്. ഈ പ്രാവശ്യം സയൻസ് തീം റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഷോ ആട്ടോ. പ്രീവിയസ് ഇയർ എന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രീവിയസ് ഇയർ വീഡിയോസ് കണ്ടു. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നമുക്ക് പോയി കാണാൻ പറ്റിയില്ല. ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പോയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ബേബീസിനെ കൊണ്ട് പോകണം എന്ന് കരുതി ലാസ്റ്റ് ഡേ നമ്മൾ 2-3 പ്രാവശ്യം ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ക്ലൈമറ്റ് മഴയും കാര്യങ്ങളായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങി എല്ലാവരും റെഡിയൊക്കെ ആക്കി. ഇപ്പോൾ രണ്ടുപേരും ജാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ആക്കി. നേരത്തെ എന്തെങ്കിലും കാഷ്വൽ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പം നല്ല തണുപ്പായി തുടങ്ങി. പിന്നെ റിവർ സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റും ഉണ്ടാവും. അപ്പോൾ അത് ബേബീസിന് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടിയിപ്പിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂളിൽ എത്തും. ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടണലാണ് കേട്ടോ ഇത്. നമ്മുടെ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് മൂവി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അതിൻ്റെയൊക്കെ ലൊക്കേഷനൊക്കെ ആയിട്ട് ഷൂട്ടൊക്കെ നടന്നിട്ടുള്ള ഒരു ടണലാണ്. ഇത് ഇവിടുത്തെ ബർക്കിംഗ്ഹെഡ് അത്യാവശ്യം ഒരു വലിയ മാളാണ്. നമ്മളപ്പോൾ കുറച്ചും കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടണൽ കയറേണ്ടി വരും. ടണൽ നമ്മൾ പാസ് ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മളത് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട്, മീൻസ് നേരത്തെ റീചാർജ് ചെയ്യുന്നതും ടാപ്പ് ചെയ്യുന്നതും തമ്മിൽ പൈസ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ റീചാർജ് ചെയ്ത് വയ്ക്കും. എങ്ങനെയാണ് അവിടെ പോയിട്ട് എന്നുള്ള സ്ഥിതിയൊന്നും അറിയില്ല. ഇന്നിവരെ ജാക്കറ്റിൽ ആദ്യമായിട്ട് കയറ്റുന്നതുകൊണ്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 4 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവർ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കണക്കിനാണ് രണ്ടുപേരെയും ജാക്കറ്റിലാക്കി കൊണ്ടുവരുന്നത്. എപ്പോഴാണെങ്കിലും കാറിലിരുന്നിട്ടാണെങ്കിലും ചെറിയ രീതിയിൽ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാലൊക്കെ കൊടുത്ത് രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽസിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചാടി എണീറ്റ് കരയാൻ തുടങ്ങും. വണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതാട്ടോ ടണലിൻ്റെ എൻട്രൻസ്. നമുക്ക് ഇനി ഇവിടെ നമ്മുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടണലിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഞാനൊക്കെ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഇതെങ്ങനെ പണിത് വെച്ച്, എത്രയോ വർഷം മുമ്പ് എങ്ങാണ്ട് പണിതേക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് ആ ടൈമിലൊക്കെ പണിതത്. ഭയങ്കര ഡെവലപ്പിംഗ് ഇതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടണൽ കാണുന്നത്. ഫസ്റ്റ് ടൈം കാണുന്ന ടണൽ ഇതാണ്. നമുക്കിത്ര സ്പീഡൊക്കെ ഡ്രൈവ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മളിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുന്നതാണ്. കാരണം ഫുൾ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടൊരു ലിമിറ്റഡ് സ്പീഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓരോ സ്ഥലത്തും.
ഞാൻ കണ്ടിട്ടില്ല ഈ മൂവി. ഹസ്ബൻഡാണ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നത്. ഈ സിനിമ ഇതിൻ്റെ വെബ് സീരീസ് ഷൂട്ട് ചെയ്ത ടണലാണിത് എന്നൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബൊക്കെ നോക്കി, അപ്പം ഞാൻ കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മൂവീസും വെബ് സീരീസൊക്കെ കാണുന്നവരാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു എൻട്രൻസ് ഇതും കൂടി ഉണ്ട്, വേ ഔട്ടും കൂടി ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ആൽബർട്ട് ഡോക്കിലോട്ട് ഇതുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെയായിട്ടും അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇനി എങ്ങാനും വഴി തെറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു റൂട്ട് എടുക്കുന്നില്ല, സ്ട്രെയിറ്റ് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം 3 മിനിറ്റ് എന്തോ 3-4 മിനിറ്റ് എന്തോ ഡ്രൈവ് ഉണ്ടെന്ന് തോന്നുന്നു ടണലിൽ കൂടെ. പിന്നെ ഈ പ്രാവശ്യത്തെ ലിവർപൂൾ ലൈറ്റ് ഷോ അത്യാവശ്യം നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പോകാമെന്നൊക്കെ കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. ഇനി ഇവരവിടെ ചെന്നിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം തണുപ്പുണ്ടാവും അവിടെ, റിവർ സൈഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റുണ്ടാവും. പിള്ളേർക്ക് ചുവട്ടിലേക്ക് കാറ്റടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം. പക്ഷെ ഇവർക്ക് ഓവർ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സഫോക്കേഷനാണ്. കാരണം ഇത്ര നാൾ നമ്മൾ അങ്ങനെ ഒരു ഇതിലായിട്ട് ആവാത്തത് കൊണ്ട് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഓവറായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലും, ഒട്ടും സമ്മതിക്കുന്നില്ല അവർ. എങ്ങനെയുണ്ട് ഈ വ്യൂ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല രസമാണ് ബസ്സിൽ, മറ്റേ ഡബിൾ ബസ്സിൽ മുകളിലിരുന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വ്യൂ. ഞാൻ ആദ്യമൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലായിരുന്നു. അപ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല എന്താ പറയുക, നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊക്കെ ഇരുന്ന് നല്ല നൈസായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വളവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേ ഔട്ടായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ പേ ചെയ്യണം കേട്ടോ. ടണൽ പേ ചെയ്യലുണ്ട്. നാട്ടിലെ ഏകദേശം ഒരു ഇവിടുത്തെ 2.50 പൗണ്ടാണ്. നാട്ടിൽ ഏകദേശം ഒരു 260 അടുത്ത് വരും അങ്ങോട്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ആപ്പൊക്കെ യൂസ് ചെയ്ത് റീചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ കുറവാണ്. നമുക്ക് എത്താറായി മീൻസ് നമുക്ക് ടണൽ കഴിയാറായി കഴിയുമ്പോൾ അവിടെ കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാറ് ടണൽ കഴിയാറായെന്ന്. യെസ്, ടണൽ കഴിയാറായി. ഇനി ഞാൻ നേരെ കാണുന്നത് എന്താ പറയുക, ഒരു വലിയ ലിവർപൂൾ പാർക്കാണ്. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ലിവർപൂൾ വേൾഡ് മ്യൂസിയം ആട്ടോ. ഇഷ്ടമാതിരി എന്താ പറയുക, കാണാൻ ഒരുപാടുണ്ട് അതിനകത്ത്. ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട് അതിനകത്തുള്ളത്. നല്ല തിരക്കുണ്ട്, കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം ക്രൗഡഡ് ആണ്, ട്രാഫിക്കും ഉണ്ട്. ഇവിടുന്ന് കുറച്ച് നമുക്കൊരു 2-3-4-5 മിനിറ്റും കൂടി ഉള്ളൂ. പിന്നെ നമുക്കിനി ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത് പാർക്കിംഗ് ആണ്. നമ്മളിവിടെ ഇതുവരെയായിട്ട് അങ്ങനെ പാർക്കിംഗ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരേണ്ട ആവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ കാറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് പാർക്കിങ്ങിൻ്റെ ആ ഒരു ഇതറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇത് ലിവർപൂൾ സിറ്റി സെൻറ്ററാട്ടോ. ഇവിടെയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ലിവർപൂൾ ഏരിയയിൽ ഞാൻ ഇവിടെയാട്ടോ കണ്ടിട്ടുള്ളൂ. ബാക്കി എന്താ പറയുക, സാധാ നോർമൽ വീടുകൾ, പിന്നെ കുറേ വയലുകൾ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് കണ്ടിട്ടുള്ളൂ. ഇവിടെയാണ് അത്യാവശ്യം കുറച്ചും കൂടി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ലിവർപൂൾ സിറ്റി സെൻറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടേക്ക് നമ്മൾ അങ്ങനെ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ആകെ 1-2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നൈറ്റ് കഴിയുമ്പോഴേക്കും സൺഡേ സാറ്റർഡേ ഒക്കെ നല്ല
വൈബായിരിക്കും. പബ്ബ് കാര്യങ്ങൾ, അങ്ങനത്തെ എൻജോയ്മെൻറ്റ് പാർട്ടീസ്. ഇവർക്ക് വീക്കെൻഡ്സൊക്കെ ഭയങ്കര പാർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെതർ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം തന്നെ സമയം 5:30 എന്തോ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇരുട്ടായി. ഒരു 3:30 കഴിയുമ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് ഇരുട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. ഇനി ഈ കാലാവസ്ഥ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ മാർച്ച് ഒക്കെ ആകും. നേരെ കാണുന്നത് റിവറാട്ടോ, റിവർ സൈഡാണ്. അപ്പുറത്തൊക്കെ അത്യാവശ്യം നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. കുറേ നടക്കാനുണ്ട്. ഒരു സ്ഥലത്ത് തന്നെയല്ല ഇത് വെച്ചിരിക്കുന്നത്, പല 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 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ലൈറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ 2 ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയം ഉണ്ട്. ഒരു പഴയതും പിന്നെ ഒരു പുതിയ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മൾ പഴയ മ്യൂസിയത്തിലാണ് പോയേക്കുന്നത്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ടൈറ്റാനിക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കപ്പലിൽ നിന്ന് കിട്ടിയ കുറേ എന്താ പറയുക, അവശിഷ്ടം മീൻസ് ഈ പാത്രങ്ങൾ, ഡ്രസ്സുകൾ, പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവരത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ശരിക്കും മറന്നുപോയി. ഇത് നമ്മൾ പാർക്കിങ്ങിലായിട്ട് പോകുന്നതായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്, ക്യൂ പാർക്കിലേക്ക്. എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളാകെ നട്ടം തിരിഞ്ഞ് പോയി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക, എക്സിറ്റ് കണ്ടുപിടിക്കാനായിട്ട് കുറേ നടന്ന് കഷ്ടപ്പെട്ട്, അങ്ങനെ അവിടെ തന്നെ നമ്മുടെ പാതി എനർജി പോയി ഈ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ. ഇതായിരുന്നു ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി. ഒന്നാമത് ബേബീസിനെ കൂടി എടുക്കേണ്ടതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഇതായി. ഇത് നമ്മൾ ആൽബർട്ട് ഡോക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, ആൽബർട്ട് ഡോക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ക്രോസ് ചെയ്യണം. ഇതവിടേക്കുള്ള ബിൽഡിങ്സാണ്. അവിടെ ഒരു ലൈറ്റിങ്സ് ഉണ്ട്. കാണുന്ന ഒരു ലൈറ്റ്സാണ് സയൻസ് തീം റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആട്ടോ. അവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളതൊന്നും നോക്കിയൊന്നുമില്ല. കാണുന്നത് ആൽബർട്ട് ഡോക്ക് മ്യൂസിയമാണ്. ഇതിൻ്റെ അതിനകത്ത് ഞാൻ കയറിയിട്ടില്ല കേട്ടോ, ജെയിൻ വീലിൽ കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻ്റായി, പിന്നെ ഇപ്പോൾ ബേബീസായി, ഇനിയിപ്പോൾ എന്തായാലും കയറാൻ പറ്റില്ല. ഇത് വേറൊരു ലൈറ്റ്സാണ്. ഇതൊക്കെ സയൻസ് തീം റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അടുത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല രസമുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ്, ഒരു പ്രത്യേക ഒരു വൈബൊക്കെ തന്നെയാട്ടോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. ഇതിങ്ങനെ ഒരു സ്ഥലത്തല്ല, പല പല സ്ഥലങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, നമ്മളത് കാണാൻ നിന്നില്ല. കാരണം കുറേ നടക്കാനുള്ളതുകൊണ്ട് ബേബീസിനെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോന്നു. കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടുള്ളൂ. എനിക്കോട് പ്രീവിയസ് ഇയർ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്കിതൊന്നും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. നമ്മുടെ നാട്ടിലാണ് കൂടുതലും ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെ വരുമ്പോഴേക്കും അത്യാവശ്യം എല്ലായിടത്തും നല്ല ലൈറ്റ്സും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. ഇവിടെ എന്തോ എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഫുൾ ക്രൗഡഡാണ്. നമുക്കെന്തോ ഒരു കാല് കുത്താൻ പോലും പ്ലേസ് ഉണ്ടായിരുന്നില്ല അവിടെ. അറിയില്ല, മേ ബി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ, അതനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനകത്തു നിന്നൊക്കെ സൗണ്ട് കേൾക്കും. എന്തൊക്കെയോ ഒരു മിററാണിത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ഒരാൾ അപ്പം ഉറക്കൊക്കെ ആയിരുന്നു, എഴുന്നേറ്റ് ആൾ ഉഷാറായി, ആളും എല്ലാം കണ്ടു നിന്നു കേട്ടോ. രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളാണ് ശരിക്കും ടയേർഡായത്. ഇത് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഇതുപോലെ കല്ലിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് നമ്മൾ എത്തി, രണ്ടുപേരും ടയേർഡായി, ക്ഷീണിച്ചിരിക്കുന്നതാണ് ടയേർഡായിട്ട്. അവിടെ ഇപ്പോൾ ഇവരൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒരാൾ ഉറക്കത്തിലായിരുന്നു, ഒരാളെ എടുത്ത് ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി നമ്മളൊന്നെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ഓൾ.